Zay, man, what's going on, man? മൾച്ച് നമ്മുടെ ഇതിൻ്റെ ഈ ചെടിയുടെ ഈ മരത്തിൻ്റെയൊക്കെ ഇടയ്ക്ക് ഇടാനുള്ളതാണത്. പൊക്കിത്തട്ട് ഉണ്ടല്ലോ. ഈ മൾച്ച് ഇവിടെ ഫ്രീ ആയിട്ട് കിട്ടുന്ന സ്ഥലമുണ്ട്. കാശ് കൊടുത്ത് മേടിക്കേണ്ടി, ഇവർക്കെല്ലാം ലാഭത്തിലായിരിക്കും കിട്ടുന്നത്. നമ്മളിപ്പോൾ കടകളിൽ പോകുമ്പോൾ കാശ് കൊടുത്ത് തന്നെ മേടിക്കണം. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതിപ്പം ഇവിടുത്തെ മരങ്ങളും ഈ ചെടികളും എല്ലാം കൂടി ഇട്ട് പിന്നെ ഇത് ചെയ്ത് ഷ്രെഡ് ചെയ്ത് അപ്പം പൊടിച്ചിട്ട് വരുന്നൊരു സംഭവമാണ്. അപ്പോൾ അവിടെ പോയി പിക്ക് ചെയ്യുക. ഇവിടെ സിറ്റി പരമായിട്ട് കൊടുക്കുന്നതുകൊണ്ട് കൗണ്ടിയിലൊക്കെ കൊടുക്കും ഫ്രീ ആയിട്ട്. സോ അന്നേരം പോയി ഒരു സമയം പറയാം, അന്നേരം പോയി പിക്ക് ചെയ്യാം നമുക്ക്. ഇവരങ്ങനെയൊക്കെ കൊണ്ടുവന്നിട്ട് എന്നിട്ട് വേണം നമ്മളെ ചാർജ് ചെയ്യുന്നതായിരിക്കും ഫ്രീ. നമ്മളിപ്പോൾ കടയിൽ പോകണമെങ്കിൽ ഒരു ബാഗിനകത്ത് നിറച്ച് മേടിക്കുമ്പോൾ ഒരെണ്ണത്തിനകത്ത് ഒരു 499 599 അങ്ങനെയുള്ള ആ വിലയിലാണ് പോകുന്നത്. ഇമാർക്ക് ലാഭത്തിൽ കിട്ടും. ഹലോ എവ്രി വൺ. അപ്പം ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞുകൊണ്ടല്ലോ, നമ്മൾ ഇവിടെ പകുതി സമയവും നിങ്ങൾക്കറിയാവുന്നതാണ്, പല വീഡിയോസിലൂടെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, പകുതി സമയം ചൂടും പകുതി സമയം തണുപ്പുമാണ്. അപ്പം ഇവിടെ ഈ ചൂട് വരാനായിട്ടിരിക്കുകയാണ്. കാരണം വെളിയിലോട്ടൊക്കെ തണുപ്പില്ലാതെ പോകാം, ജാക്കറ്റ് ഇല്ലാതെ പോകാം. അതോടൊപ്പം കൃഷിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു തുടങ്ങാം. ഉള്ള സ്ഥലത്ത് നമ്മളെല്ലാം കൃഷി ചെയ്യുന്ന സമയമാണ് ഈ സമ്മർ ടൈം. അപ്പോൾ ക്ലീനിങ് ഒക്കെ നടക്കുന്നത് ഇവിടെ കൂടുതൽ എൻ്റെ ഇവിടെ വലുതായിട്ട് കൃഷി ഇല്ലെങ്കിൽ ചെറുതായിട്ടൊക്കെ നമുക്ക് വേണ്ട ആവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ക്ലീനിങ്, ഇവിടെ മരങ്ങളും ഈ ചെടികളൊക്കെ ഉണ്ടായതുകൊണ്ട് ഇവിടെ എല്ലാം ഒന്ന് ക്ലീനപ്പ് ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ കുറേ വർക്കേഴ്സ് ഉണ്ട്. അപ്പോൾ അവർ വന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളും അതിൻ്റെ കൂട്ടത്തിൽ ചേർന്ന് ഹെൽപ്പ് ചെയ്യുന്നത്, ക്ലീൻ ആക്കുന്നതൊക്കെയാണ് ഒന്ന് കാണിക്കുന്നത് നിങ്ങളെ. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് നമുക്കൊരു ഇച്ചിരി കല്ല് മേടിക്കാൻ പോകണം ഒരു സ്ഥലത്ത്. അപ്പോൾ നമ്മളിവിടെ ഒരു ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ സാധനങ്ങൾ കിട്ടുന്ന ഒരു അടിപൊളി കടയുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്കൊന്ന് അത് ചെക്ക് ചെയ്ത് നമുക്ക് കാണിക്കാം എന്തൊക്കെയാണ് ഇവിടെ കിട്ടുന്നത്. മരങ്ങൾ ഇവിടെ നിൽക്കുന്ന ഈ പല മരങ്ങളൊക്കെ ഇല്ലേ, ഇതെല്ലാം കിട്ടുന്ന ഒരു സൂപ്പർ ഒരു സ്ഥലം ഇവിടെ അടുത്തുണ്ട്. അപ്പം ഇവിടെ അടുത്തുണ്ട്. അപ്പോൾ അത് കാണിക്കാൻ വിചാരിച്ചു. സൂപ്പർ മൂഡാണ്. അവർക്കും വെൽക്കം ബാക്ക് ടു അനദർ സെഷൻ വിത്ത് JJP. സൗണ്ടാണ് ഇത്. കണ്ടോ, മറ്റേ കരിയില ഇതിനകത്ത് ഇഷ്ടം പോലെ കിടപ്പുണ്ട്. ഇത് കണ്ടോ, ഇതെല്ലാം നീക്കി ഇങ്ങോട്ടാക്കി ക്ലീൻ ആക്കുകയാണ്. ഇത് കണ്ടോ, ഫ്ലോർ വെച്ചിട്ട് കരിയിലൊക്കെ നീക്കുന്ന ഫ്ലോർ വെച്ചിട്ട് നീക്കി ഇതെല്ലാം ക്ലീൻ ആക്കി എന്നിട്ട് വേണം ഇവിടെ മൾച്ചിടാൻ. ഇതിനകത്ത് ഫുൾ മൾച്ചിടുന്ന ഒരു പരിപാടിയാണ്. നമ്മളും ഇതിൻ്റെ കൂട്ടത്തിൽ പണിയാന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അവർക്ക് ഒരാൾ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആ സാധനം എടുത്തിട്ടേ നമുക്കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്താൽ പെട്ടെന്ന് തീരും. ഇപ്പുറത്തെ വീട്ടിലും എല്ലാം ഫുൾ പരിപാടികളാണ്. ഇത് കണ്ടോ, അതിനടുത്ത് കളയാണ്. ഒരു മെഷീൻ വെച്ചിട്ട് ഇങ്ങോട്ട് വരിക, ആ ചെടി മുക്കുന്നതാണ്. ഇങ്ങനെ കേടാവുന്ന ട്രീസ്, കട്ട് ചെയ്യുന്ന ട്രീസൊക്കെയാണ് ഇവർ ഷ്രെഡ് ചെയ്തിട്ട് നമ്മൾ മുമ്പേ കാണിച്ച മൾച്ചുകളൊക്കെ ഉണ്ടാക്കുന്നത്. And they're going to put the mulch after that, right? Yep. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലെ നോയ്സ് കാരണം നമുക്ക് പറഞ്ഞപ്പോൾ ഒന്നും കേൾക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പം നാട്ടിലൊക്കെ നമ്മൾ പണ്ട് മുതലൊക്കെ പറയുന്ന ഒരാളെ വിളിക്കും ഇത് കട്ട് ചെയ്യാനായിട്ട്. 2 പേര് വരും, രാവിലെ വരും, 1 മണിക്കൂർ എടുക്കും, ഒന്ന് കിളച്ച് റെഡിയാക്കി കാപ്പിയൊക്കെ കുടിച്ച് ഉച്ചയാകുമ്പോഴത്തേന് ഫുഡൊക്കെ കഴിച്ച് വൈകുന്നേരം ആകുമ്പോഴും പണി തീരത്തില്ല. അപ്പോൾ ഇതൊക്കെയാണെന്ന് പറഞ്ഞാൽ 10 സെക്കൻഡ് കൊണ്ട് തീരുന്ന പരിപാടികളാണ്. ഇങ്ങോട്ട് കൊണ്ടുവരിക, ഒരു മെഷീൻ കൊണ്ടുവരിക, ഒറ്റ പൊക്ക് അത് പിഴുതിഞ്ഞ് വരും. അപ്പം നാട്ടിലൊക്കെ ആണ് ഇപ്പം വന്നിട്ടുണ്ട് ലേറ്റസ്റ്റായിട്ട്. ഞാൻ പറഞ്ഞാൽ നാട്ടിലെ പണ്ടത്തെ ആണെങ്കിൽ നമ്മൾ വെട്ടി ഓരോന്ന് കുഴിച്ച് എടുക്കുന്നത്. ഇപ്പോൾ ഇതിപ്പോൾ മെഷീൻസൊക്കെ ഉണ്ടായിപ്പോൾ ഇവർ വന്ന് എടുക്കുക, അങ്ങനെയുള്ള പരിപാടികൾ പെട്ടെന്നാണ് തീരുന്നതെന്ന് പറഞ്ഞാൽ. നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്ന പോലെ ഇവിടെ ജാതിയോ മതമോ വലിയവനോ ചെറിയവനോ ഒന്നുമില്ല. ആർക്ക് വേണമെങ്കിലും ഇങ്ങനെയുള്ള പണികൾ ഏർപ്പെടാം. അങ്ങനെ ചെയ്യുന്നവർ
കുറേ പേരുണ്ട്. ശരി, ഇന്ന് ജിമ്മിൽ പോകണ്ട, അവിടെ തന്നെ കൊണ്ടുപോകും. Made out of cow shit. Cow shit? Wood chips and dye. മൾച്ചിട്ട് തുടങ്ങി. അതുകൊണ്ട് ഇത് ക്ലീൻ ആക്കി കുട്ടപ്പനാക്കിയാണ്ട് ഇതിനകത്ത് മൾച്ചിട്ട് സൂപ്പർ ആക്കും. ഇനി നമുക്ക് വേറൊരു പരിപാടി ചെയ്യാനുണ്ട്. നമ്മുടെ ഒരു ട്രീ ഇവിടെ ഉണ്ട്. അപ്പോൾ ഒന്ന് ട്രിം ചെയ്ത് കുട്ടപ്പനാക്കാൻ പോകുന്നത്. ട്രിമ്മറുണ്ട്, കാണിച്ചു തരാം നിങ്ങളെ. ഓക്കെ, നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രിമ്മറുണ്ട്. അത് വെച്ചിട്ട് നമ്മുടെ ഈ ചെടികളുണ്ടല്ലോ കട്ട് ചെയ്യാനുള്ള ഒരു വഴിയാണ്. ഇത് പ്രോഡക്റ്റ് കാണിക്കുന്നതായിരിക്കും. ഇതൊരു കുടം. ഞാൻ അതിൽ ക്രിസ്മസ് ലൈറ്റ് ഇത് കണ്ടോ, ക്രിസ്മസ് ലൈറ്റ് ഇതുവരെ എടുത്തില്ല. നമ്മൾ ഇടാൻ വലിയ ആവേശമാണ്, ക്രിസ്മസിന് എടുത്ത് മാറ്റാനാണ് ലേസി. ഈ വർഷം ഭയങ്കര ലേസി ആയിപ്പോൾ. ഇത് മാത്രമേ ഉള്ളൂ മാറ്റം, ബാക്കിയെല്ലാം മാറ്റി കേട്ടോ. സോ ഉടനെ തന്നെ മാറ്റുന്നതായിരിക്കും. ഭയങ്കര തണുപ്പത്ത് ചെയ്യാൻ ഭയങ്കര പാടാണ്, മടിയാണ്, എല്ലാം ഊരാണ്. ഇത് നമ്മൾ ചുവട് വെച്ചൊരു ചെടിയാണ്. 12 വർഷമായുള്ളൂ. കിളിച്ചു വന്നു ഭയങ്കരമായിട്ടാണ് ആവശ്യം. അപ്പോൾ ട്രിം ചെയ്ത് കുട്ടപ്പനാക്കിയ ഫ്രണ്ടിലത്തെ ട്രീ ഇവിടെ ഉണ്ട്. മുമ്പേ ക്ലീനാക്കിയ വേറൊരു ചെടി വർക്കൊന്നുമില്ലായിരുന്നു, ചുമ്മാ ഒന്ന് ട്രിം ചെയ്തതേ ഉള്ളൂ. സൂപ്പറായിട്ടുണ്ട് ഇപ്പം. ഇതുണ്ടല്ലേ, സോ നമ്മൾ മൾച്ചൊക്കെ ഇട്ട് സുന്ദര കുട്ടപ്പനാക്കിയിരിക്കുകയാണ് ഇവിടെ. ഇതുണ്ടല്ലേ, പണി ഇനിയും കുറച്ചുകൂടെ ഉണ്ട്. ഒരുമാതിരിയൊക്കെ ഞാനിവിടെ ട്രിം ചെയ്തു. അവരവിടെ മൾച്ചിട്ടുകൊണ്ടിരിക്കുന്നു, ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ മുമ്പേ പറഞ്ഞില്ലായിരുന്നു, നമ്മുടെ ഇവിടെ ഒരു ലാൻഡ്സ്കേപ്പിങ് ഇതിൻ്റെ പ്രോഡക്റ്റ്സ് കിട്ടുന്ന ഒരു നല്ലൊരു കടയുണ്ട്. ഒരു ലോക്കലുള്ള നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അവിടെ നിന്നാണ് നമ്മൾ ഈ ചെടികളും ഇവിടുത്തെ ഉള്ള കാര്യങ്ങൾ, കുറേ റോക്സും ഒക്കെ മേടിക്കുന്നത്. സോ അവിടെ ഉള്ള കുറേ കാര്യങ്ങൾ നമ്മൾ കാണിക്കാൻ പെട്ടെന്ന് പോയിട്ട് നമുക്ക് തിരിച്ചു വരാം. ഓക്കെ, എന്നിട്ട് ഇവിടുത്തെ ഫിനിഷ് പ്രോഡക്ട്സും നിങ്ങളെ കാണിച്ചിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും. റോക്സ് വേണമായിരുന്നു, സോ അത് മേടിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം ഇത് വന്ന സ്ഥിതിക്ക് ഈ കടയിലും ഒന്ന് കാണിച്ച് അപ്പോൾ വന്ന് വിചാരിച്ചു. വന്നിട്ടുണ്ട് ഇവരുടെ യാടി കിടക്കുന്ന ഔട്ട്ഡോറിൽ കിടക്കുന്ന സാധനങ്ങളാണ് ഇത്. വേണ്ട മൾച്ചും റോക്സും നമ്മൾ ചൂസ് ചെയ്തിട്ട് അവർക്ക് പറഞ്ഞാൽ മതി. എന്നിട്ട് നമുക്ക് ഉഴുന്ന് അവർ ബൾക്കായിട്ട് നമ്മുടെ വണ്ടിയിൽ ഇട്ട് തരും, അല്ലെങ്കിൽ അവർ കൊണ്ടിടും, വീട്ടിൽ കൊണ്ടുവരും. ഇത് പല തരത്തിലുള്ള റോക്സ് ഉണ്ട് ഇവിടെ. വേണ്ട നമ്മൾ എങ്ങും കാണാത്ത കുറേ കാര്യങ്ങൾ നമുക്കിവിടെ കിട്ടും. പിന്നെ നമ്മുടെ വീട് എത്രമാത്രം മനോഹരമാക്കാമോ അതിനനുസരിച്ചാണ് ഇവരിവിടെ പണിഞ്ഞിട്ടേക്കുന്നത്. നമുക്ക് കാശുണ്ടെങ്കിൽ എന്തുകൊണ്ടും ഇവിടെ മേടിക്കാൻ നമ്മുടെ വീട്ടിൻ്റെ ലാൻഡ്സ്കേപ്പിന് പറ്റിയ എല്ലാ കാര്യങ്ങളും ഇവിടെ കിട്ടും. ഇൻക്ലൂഡിങ് കുഞ്ഞു ട്രീ തൊട്ട് വലിയ ട്രീ വരെ ഇവിടെ കിട്ടും. ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തായതുകൊണ്ട് നമ്മൾ വീടിന്ന് പണിയുന്നതുകൊണ്ടും ഞാൻ പെട്ടെന്ന് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കാണണമെന്ന് വിചാരിച്ചാണ്. വരുമ്പോൾ തന്നെ ഇത് കണ്ടോ, നിങ്ങൾ ഈ ചെടികളുടെ പേര് പറയണമെന്ന് പറഞ്ഞാൽ ഇച്ചിരി കഷ്ടപ്പാടാണ്. പക്ഷേ നമ്മുടെ വീട്ടിലൊക്കെ നിൽക്കുന്ന ചെടികളും ഇത് നമ്മുടെ വീട്ടിലൊക്കെ നിൽക്കുന്ന കണക്ക് ഉള്ള എമറൾഡ് എന്ന് പറയും ആ ട്രീ ആണ്. ഇത് കണ്ടോ, നമ്മുടെ വീടിൻ്റെ ചുറ്റും നിൽക്കുന്ന ഒരു ട്രീ ആണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പന്നലാകുമ്പോൾ ചീത്തയാകുമ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് മേടിക്കുന്നത്. ഉണ്ടല്ലേ, ഇഷ്ടം പോലുണ്ട്. ഒരെണ്ണം വളർത്തിക്കൊണ്ട് വരണമെങ്കിൽ തന്നെ ഉണ്ടല്ലോ എന്നാ പാടാന്നറിയാവോ.
ഒരു ദിവസം ഇങ്ങോട്ട് ഇറങ്ങിയാലും നമുക്ക് ഈ ചെടികളൊക്കെ കണ്ട് നല്ല ഈവനിങ്ങിലൊക്കെ വന്നു കഴിഞ്ഞാൽ സൂപ്പറാണ്. ഇവിടെ ഉള്ള പല പല രീതിയിലുള്ള ചെടികൾ കണ്ട് പോകാം. ഇത് കണ്ടല്ലോ, ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്നൊരു ചെടിയാണ്. നിങ്ങൾ ഈ ലോകത്തിൽ ഏതൊക്കെ ചെടികൾ വേണം നിങ്ങൾക്ക്, അതെല്ലാം ഇവിടെ ഉണ്ട്. വേറെ എങ്ങും പോകേണ്ട ആവശ്യമില്ല, ഇവിടെ വന്നാൽ മതി. കടയുടെ പേരാണ് ഗ്യാസ്പർ റെഡ് സൺസെറ്റ് മെയ്പ്പിൾ, യു നെയിം ഇറ്റ്. ഇത് നമ്മുടെ വീട്ടിൽ ഇന്ന് ട്രിം ചെയ്തേ ഉള്ളായിരുന്നു ഈ സംഭവം. 299. വാവ്, 299. ജീസസ്, എന്നാ പ്രൈസ് ആടാ ഇതിനൊക്കെ. ഈ കട ഫുള്ളായിട്ട് ഒന്ന് കാണിച്ച് ഈ ചെടികളൊക്കെ കാണിക്കണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ വേണമെങ്കിൽ ഒരു ദിവസത്തോടെ വന്നിട്ട് ഇവിടെ മൊത്തം കാണിക്കാം. മൊത്തം പോണ്ട് ഏരിയ, ഫിഷ് പരമായിട്ടുള്ള കാര്യങ്ങൾ, എന്ത് തരത്തിലുള്ള പിന്നെ ഫൗണ്ടൻസ്, ഫിഷ് ഇടുന്ന പോണ്ട്, പലതരത്തിലുള്ള ഫിഷുകൾ. ഒരു സ്പെഷ്യൽ ഓർഡർ ചെയ്യാം നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ, അറിയാം. സോ സൂപ്പറാണ്. സോ പോണ്ട് പലതരത്തിലുള്ള ഇവിടുന്ന് ഫിഷ് മേടിക്കുക. നിങ്ങൾ ഈ ഫിഷ് മേടിച്ചതിന് ശേഷം ഇത് കോഴി വർഗത്തിലുള്ള ഫിഷുകളാണ്. ഇതുണ്ടോ, just gotta do is buy pond fish and there you go, you got fish now. അല്ല, പലതരത്തിലുള്ള മീനുകളാണ്, കോഴി വർഗത്തിലുള്ള മീനുകളാണ് ഇതെല്ലാം. ഈ വണ്ടിക്കകത്ത് കയറ്റി അവർ ആൾക്കാർക്ക് കൊടുത്തു, എന്നിട്ട് അവർ വീട്ടിൽ കൊണ്ടുവന്ന് ഫിക്സ് ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാം. ഉണ്ടല്ലേ, 299. ഷോ, വാവ്. നമ്മളവിടെ കൊണ്ടുവച്ച ഒരു ട്രീ ആണ് ഇത്, നമ്മളവിടെ ഉണ്ട്. 379. ഷോ, ഓ, ഇതാ ഒരെണ്ണമുള്ള ഫ്രണ്ട് ഞാൻ കട്ട് ചെയ്ത് ട്രിം ചെയ്ത് ഇന്ന് കണ്ടോ. ഇത് കണ്ടോ, 449. ഇതൊരു വീട് മേടിക്കാനേക്കാട്ടും കൂടുതൽ കാശാണല്ലോ എൻ്റെ പൊന്നും ട്രീസിനൊക്കെ. ഇത് ഞാൻ എപ്പോഴും ആഗ്രഹിച്ചൊരു ട്രീ, ഇങ്ങനെ ഒരെണ്ണം. ഇത് കണ്ടല്ലേ, വേണേൽ ഡീറ്റെയിൽ ആയിട്ട് വന്ന് കാണിക്കുക ഞാൻ കേട്ടോ ഒരു സമയത്ത്. 299. വാ, ഞാൻ പല വീടുകളിലും പോകുമ്പോൾ കണ്ടിട്ടുണ്ട് ഇത് ഇങ്ങനെ നിൽക്കുന്നത്. ഇത് കണ്ടോ, 499 അതിൻ്റെ വില. ഓ സൂപ്പർ. ഇത് കണ്ടോ, ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഈ ട്രീ ഇങ്ങനെ നിൽക്കുന്നതാണ്. ഇത് വെച്ച് പിടിപ്പിക്കാനാണ് നമുക്ക് എല്ലാവർക്കും പാട്. വളർന്നു വരുമ്പോൾ അടിപൊളിയാണ്. കണ്ടോ, ഇഷ്ടം പോലെ നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. നമുക്ക് കല്ല് മേടിച്ചുകൊണ്ട് വീട്ടിൽ പോകാനുള്ള സമയമായി. ഓർഡർ ചെയ്ത നമ്മുടെ കല്ല് വന്നിട്ടുണ്ട്. കണ്ടോ, അവിടുന്ന് ഓർഡർ ചെയ്തതാണ്. നമ്മൾ കൊണ്ടുവന്നുണ്ട് ഇത്രയും കല്ല്. കല്ലൊക്കെ ഇട്ടൊന്ന്, ഈ കല്ലൊക്കെ ഒന്ന് ഇട്ടിട്ട് വേണം വൃത്തിയാക്കണം ഇനി ഇവിടെ എല്ലാം. സോ അങ്ങനെയുള്ളൊരു പരിപാടിയാണ് ഈ വർഷം. ഇവിടെ മത്സ്യമൊക്കെ ഇട്ടുകാണ്ട് കുട്ടപ്പനാക്കിക്കൊണ്ടിരിക്കുന്നു. സോ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെയും അവിടെയും കുറച്ചുകൂടെ പണിയൊക്കെ തീരാനുണ്ട്. നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് ഈ മരങ്ങളും ചെടികളും പൂക്കളും. ഒഴിച്ചുകൂടാൻ പറ്റാത്തവയാണ്. ഇവരെ മെയിൻറ്റെയിൻ ചെയ്യാനാണ് പാട്. ഇവിടെ മുമ്പേ പറഞ്ഞ പോലെ കുറേ പൈൻ ട്രീസൊക്കെ ഉണ്ട് ഇവിടെ. പ്രത്യേകിച്ച് US മരങ്ങളൊക്കെ വയ്ക്കാൻ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് കേട്ടോ. ഇവിടെ ഫെൻസിന് പകരം ആർബോവൈരി എന്ന് പറഞ്ഞ ഒരു ഇനത്തിൽപ്പെട്ട എമറോൾഡ് ഗ്രീൻ ട്രീ ആണ് വെച്ചിരിക്കുന്നത്. പല വീടുകളിലും ഫെൻസിന് ഉപയോഗിക്കുന്നത് ഇങ്ങനെയുള്ള പൈൻ ട്രീസും ഒക്കെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ കല്ല് കൊണ്ടുവന്നിട്ടുള്ളത് ഇട്ട് പണി തുടങ്ങിയിട്ടുണ്ട്, നമ്മൾ തന്നെ ചെയ്യുന്നത്. അപ്പം അത് കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. എല്ലാവർക്കും ഒരു നല്ലൊരു സമ്മർ ആശംസിക്കുന്നു. നല്ല രീതിയിലുള്ള വിളവെടുപ്പൊക്കെ ഉണ്ടാവട്ടെ. തൈയൊക്കെ വെച്ച് നല്ലൊരു രീതിയിൽ നിങ്ങൾ കൃഷിയൊക്കെ എൻജോയ് ചെയ്ത് പിന്നെ ഈ സമ്മർ സൂപ്പറാക്കൂ. സോ പറ്റുമെങ്കിൽ അവിടെ വന്നൊക്കെ വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കാം. ചില വീടുകളൊക്കെ നമ്മൾ കൃഷിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഇടയ്ക്ക് വെച്ച്. സോ സ്റ്റേ ട്യൂൺഡ്. ഇവിടുത്തെ വിശേഷങ്ങൾ ഇങ്ങനെയാണ്. സോ സമ്മറിൽ നമ്മൾ കുക്കിങ്ങും പിന്നെ ഫാമിങ്ങും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എക്സൈറ്റ്മെൻ്റ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്ത് നമുക്ക് പതുക്കെ ഇങ്ങനെ പോകാം. സമയമൊക്കെ ഉള്ളപ്പോഴൊക്കെ വീഡിയോ ഇടുന്നതായിരിക്കും. Till next time, take care and bye-bye.